നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തിന്റെ വരവറിയിച്ച് മലയാളികളുടെ മുറ്റത്ത് പൂക്കളങ്ങൾ ഒരുങ്ങി. സായാഹ്ന സൗഹൃദ കൂട്ടായ്മ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളമൊരുക്കി ഓണം വരവേറ്റു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാടക്കത്ര പഞ്ചായത്ത് വികസന ജാഥ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് കാളത്തോട് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിലെ അഴിമതിയിൽ അന്വേഷണം നടത്തണമെന്ന് BJP കാളത്തോട് ഡിവിഷൻ ആവശ്യപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. പൊന്നോണ വരവറിയിച്ച് അത്തം. മലയാളികളുടെ മുറ്റത്ത് പൂക്കളമൊരുക്കാനായി പൂവിപണി ഉണർന്നു. ഓണം കളറാക്കാൻ നഗരമെങ്ങും പൂക്കളുടെ വിപണി തകൃതിയാണ്. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലുള്ള പൂക്കളും ജമന്തി, വാടാനമല്ലി, വിവിധതരം റോസ് തുടങ്ങിയവയാണ് ഇത്തവണ വിപണിയിൽ. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളിക്ക് പൂക്കളമിടാൻ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് പൂക്കൾക്ക് ചിലവേറിയതിനാൽ ഇത്തവണ പൂക്കൾക്ക് വില വർദ്ധിച്ചു. ചെണ്ടുമല്ലിക്ക് 100, ജമന്തി 300, റോസ് 280, ഡാലിയ 240, അരളി 200 എന്നിങ്ങനെയാണ് തുടക്കത്തിൽ വില. ഒരു കിറ്റ് പൂവിന് 100 രൂപ. സാധാരണ തിരുവോണം അടുക്കുമ്പോൾ സ്കൂളുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓണാഘോഷങ്ങൾ തുടങ്ങുമ്പോഴാണ് വില ഉയരാറുള്ളത്. തുടക്കത്തിൽ തന്നെ പൂവില വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആരംഭത്തിൽ തന്നെ 30% വില വർദ്ധിച്ചുവെന്ന് വ്യാപാരികൾ പറയുന്നു. സായാഹ്ന സൗഹൃദ കൂട്ടായ്മ തെക്കേ ഗോപുരനടയിൽ അതിബൃഹത്തായ അത്തപ്പൂക്കളവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. അത്തപ്പൂക്കള മത്സരം, കുമ്മാട്ടിക്കളി, കൈക്കുട്ടിക്കളി, വില്ലടിച്ചാൻ പാട്ട്, മറ്റ് നാടൻ കലകൾ എന്നിവ തൃശൂർ നഗരത്തിലെ ഓണാഘോഷങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് അരങ്ങേറി. ഓരോ കൊല്ലം ചെല്ലുന്നതോറും ഇതിന്റെ വിപുലപ്പെട്ട് ലോകം മുഴുവൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാടക്കത്ര പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാജൻ വഴി ലഭിച്ച സംസ്ഥാന സർക്കാർ പദ്ധതികളിലായി 200 കോടി രൂപയുടെ വൻ വികസന ചരിത്രമാണ് പഞ്ചായത്തിൽ സൃഷ്ടിച്ചത്. റോഡുകൾ, കുളങ്ങൾ, കച്ചിത്തോട് ഡാം, സ്കൂൾ, അങ്കണവാടി, ആശുപത്രി കെട്ടിടങ്ങൾ, സ്റ്റേഡിയങ്ങൾ, തെരുവുവിളക്കുകൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, കാർഷിക സംരക്ഷണ പദ്ധതികൾ, പട്ടയ വിതരണം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങളായി പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കി. ഓഗസ്റ്റ് 26-ന് കട്ടിലപ്പൂവത്ത് നിന്നും ആരംഭിച്ച ജാഥ 27-ന് പാണ്ടിപ്പറമ്പിൽ സമാപിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കരയാണ് ജാഥ ക്യാപ്റ്റൻ. മാർട്ടിൻ നാഥൻ വൈസ് ക്യാപ്റ്റൻ. MS പ്രദീപ് കുമാർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യും. നിയോജകമണ്ഡലത്തിൽ നടന്ന വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ജനസമക്ഷം അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ സഖാവ് സണ്ണിയും മാർട്ടിനും സുരേഷ് ബാബുവും എല്ലാം ചേർന്ന് വരുന്ന 2 ദിവസം മാടക്കത്ര പഞ്ചായത്തിൻ്റെ ഹൃദയഭൂമികളിലൂടെ സഞ്ചരിക്കുന്ന വികസന സന്ദേശ യാത്രയ്ക്ക്, വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ യാത്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി യാത്രയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി യാത്ര ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ മാടക്കത്ര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ ഒരു കുതിച്ച് കയറ്റമായി. ഞാൻ ഇന്ന് പൂർണ്ണമായിട്ടും ഈ മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾക്കിടയിലായിരുന്നു. അപ്പോൾ രാവിലത്തെ ഒരു പരിപാടി കഴിഞ്ഞ് 1-2 പരിപാടി കഴിഞ്ഞ്
ഓഫീസിൽ നിന്ന് ചില ഫയൽ എടുക്കാൻ അവിടെ ഒന്ന് ചെന്നപ്പോൾ മണ്ണുത്തി സെൻറ്ററിലെ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചായക്കടയിൽ ഒന്ന് കയറി. ഒരു കട്ടൻ ചായ സാധാരണ പതിവുള്ളതാണ് അവിടെ ഉള്ളത്. കയറിയപ്പോൾ ഒരു പുതിയ കടക്കാരനാണ് ഇപ്പോൾ അവിടെ, 2-3 വർഷക്കാരനായി. അയാൾ എന്നെ കാണുന്നില്ല. ഞാൻ കയറി ചെന്നിട്ടൊരു കട്ടൻ ചായ കുടിക്കാം എന്ന് കരുതി ഇരുന്നപ്പോൾ അയാൾ മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഒരു MLA ഓഫീസ് മാർച്ചിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. MLAയുടെ ജനദ്രോഹ നയത്തിനെതിരായിട്ടൊരു മാർച്ച് നടത്താൻ ആരോ തീരുമാനിച്ചതായി അവിടെ ഒരു ചർച്ച. ഈ കടക്കാരൻ പറയാണ്, ഈ MLA കൊണ്ടൊരു കാര്യമില്ല, 3 കൊല്ലമായി ഞാനിവിടെ കട തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മാർച്ച് ഇവിടേക്ക് നടന്നിട്ടില്ല, വലിയ കച്ചവടം അതിൻ്റെ പേരിൽ കിട്ടാറില്ല. ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ഒരുത്തൻ എന്തായാലും മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 4-5 പേര് കുപ്പായം തയ്പ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ കൂടി മാർച്ച് നടത്തിയ വലിയ സൗകര്യമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, സത്യത്തിൽ ഞാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും മാടക്കത്തറ പഞ്ചായത്തും ചില്ലറ ജനദ്രോഹമല്ല ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് പാണ്ടിപ്പറമ്പിൽ നിന്ന് ഈ ഗവൺമെൻറ് ചെയ്തൊരു ജനദ്രോഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു റോഡ് സഞ്ചരിച്ചാൽ ഇങ്ങനെ കെടാവിളക്ക് കെടും കത്തും എന്ന വിധത്തിൽ നിൽക്കുന്നത് പോലെ അവിടെ നിന്ന് ആരംഭിച്ച് കട്ടലപ്പൂവം വഴി യാത്ര ചെയ്യുന്ന ഏറ്റവും വലിയ ജനദ്രോഹപരമായിട്ടുള്ളൊരു നടപടിയുടെ ഭാഗമായിട്ടുള്ള മനോഹരമായിട്ടുള്ള റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഞാനിപ്പോൾ വന്നത് പൊങ്ങണങ്കാട് നിന്ന് കരുമാത്ര വരെ നേരത്തെ നമ്മൾ ചെയ്തൊരു ജനദ്രോഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മനോഹരമായ റോട്ടിൽ കൂടെയാണ്. അവിടെ ഇത്തവണത്തെ നവംബർ കഴിഞ്ഞാൽ ഈ ജനദ്രോഹം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലിപ്പിച്ച് എല്ലാ ദിവസവും പൊങ്ങണങ്കാട് പള്ളിയിലെ പെരുന്നാളാണെന്ന് റോട്ടിൽ നോക്കുന്ന ആളുകൾക്ക് തോന്നുന്ന വിധത്തിൽ വെളിച്ചം കത്തുന്ന വിധത്തിൽ മനോഹരമായിട്ടുള്ള റോഡ് പൊങ്ങണങ്കാടിൽ നിന്ന് കരുമാത്ര വരെ 36-60 കോടി രൂപ ചെലവിൽ അതിമനോഹരമായി നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ പോവുക. കോവിഡും പ്രളയവും പ്രതിഷേധങ്ങൾക്കൊന്നും വിട്ടവരാതെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാതെ നവകേരള വികസന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് നേട്ടവുമായി മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവരികയാണ്. ഈ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഫോട്ടോ എടുത്ത പോരാട്ടോ. മഹിള സുരക്ഷ, ഡിവൈഎഫ്ഐ സജിത, 4-ാം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി ബെറ്റി, അംഗൻവാടി വർക്കേഴ്സിന് വേണ്ടി സ്മിത, CPI കരുവാങ്കാട് ബ്രാഞ്ചിന് വേണ്ടി ധനേഷ്, AIYFന് വേണ്ടിയിട്ട് അനീഷ, മഹിളാ സംഘം ആലിസ് ബേബി, CITU നിർമ്മാണ തൊഴിലാളി കണ്ണൻ, കിസാൻ സഭ ഹരിത, മുട്ടിക്കൽ ബ്രാഞ്ചിന് വേണ്ടി ജോമേഷ് ബാബു, കർഷക സംഘം NR സുരേന്ദ്രൻ, കർഷക തൊഴിലാളി NR ബിജു, DYFI അതുൽ, ബാലസംഘം ആദർശ്, NRIG മേരി ജോസഫ്, ആശാ വർക്കേഴ്സ് ഗ്രേസി ജെയിംസ്, മഹിള ഏലിയാമ്മ. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഉണ്ടാക്കണം ഒരു വികസന ചരിത്രം സൃഷ്ടിക്കണം എന്ന് പ്രിയപ്പെട്ട നാട്ടുകാരെ, ജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ
വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ അതിൻ്റെ വികസനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ വളരെ കൃത്യതയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രവും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 10 വർഷക്കാലമായി മാടക്കത്രയിൽ ഭരണം നിർവഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തിനകത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട MLA കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള കെ രാജൻ തൃശ്ശൂരപ്പേരൂരിന്റെ വിധിവാറിൽ തിലകക്കുറി ചാർത്തിക്കൊണ്ടാണ് ലോക നിലവാരത്തിലുള്ള ഒരു സുവോളജിക്കൽ പാർക്കിന് ഒല്ലൂർ മണ്ഡലത്തിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നത്. മദർ തെരേസ ദിനാചരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 26 സംസ്ഥാന സർക്കാർ അഗതി അനാഥ ദിനമായി ആചരിച്ചു വരുന്നു. തൃശൂർ ടൗൺ ഹാളിൽ ഈ വർഷത്തെ സംസ്ഥാന ദിനാചരണത്തിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. മദർ തെരേസയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർ അവതരിപ്പിച്ച കലാപരിപാടികളും സ്നേഹവിരുന്നു നടന്നു. സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള സ്വാഗതവും സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ S. നായർ നന്ദിയും അറിയിച്ചു. മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഓർഫനേജ് കൺട്രോളർ ബോർഡ് ചെയർമാൻ N. അലി അബ്ദുള്ള, ബോർഡ് മെമ്പർ സെക്രട്ടറി MK സിനുകുമാർ, ഓർഫനേജ് കൺട്രോളർ ബോർഡ് മെമ്പർ റവറൻ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി, കൌൺസിലർ റെജി ജോയ് എന്നിവർ പങ്കെടുത്തു. അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. അൽബേനിയയിൽ ആഗസ്റ്റ് 26 ജനിച്ച അമ്മയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് 26 മദർ തെരേസ ദിനമായി ആചരിക്കുന്നത്. ഈ ലോകത്ത് ആരും അനാഥരല്ല എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ച മഹത് വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ, അന്യമായ ഭൂഖണ്ഡത്തിൽ ജനിച്ച, അൽബേനിയയിൽ ജനിച്ച മദർ തെരേസ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ കുഷ്ഠരോഗികൾ ഉൾപ്പെടെയുള്ള ചേരി നിവാസികളെയും മാറാരോഗങ്ങളെല്ലാം ബാധിച്ച മനുഷ്യരെയും എല്ലാം ചേർത്ത് പിടിച്ച് ആത്മാർത്ഥതയോടെ പരിചരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും പിന്തുണയും നൽകി മുന്നോട്ട് പോയ മദർ തെരേസയാണ് ലോകത്തിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വനിത. നമ്മുടെ ലോക ചരിത്രത്തിൽ മാനവികതയുടെയും ജീവകാരുണ്യത്തിൻ്റെയും പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്ന ആ മഹത് വ്യക്തിത്വത്തെ അനുസ്മരിക്കുമ്പോൾ ഇന്ന് സംസ്ഥാനത്തെമ്പാടുമുള്ള വിവിധ ഓർഫനേജുകളിലെ അന്തേവാസികളായ എല്ലാ സഹോദരങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ്. അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് മദർ തെരേസയെ അനുസ്മരിച്ചുകൊണ്ട് പറയാനുള്ളത്. അഗതികളുടെ അമ്മ എന്നാണ് ലോകം മദർ തെരേസയെ ഏറ്റവും സ്നേഹപൂർവ്വം വിളിക്കുന്നത്. ആരും ഈ ലോകത്ത് തനിച്ചല്ല, ആരും ഒറ്റപ്പെട്ടു പോകരുത് എന്ന ഇച്ഛാശക്തിയോടുകൂടി തന്നെ കൂട്ടായ്മയുടെ കരുത്തോടെ അവർക്ക് വേണ്ടുന്ന സാമൂഹ്യ പിന്തുണ നമ്മൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് ഈ ദിവസം അമ്മയുടെ ഓർമ്മയെ മുൻനിർത്തി നമുക്കൊക്കെ ദൃഢപ്രതിജ്ഞ ചെയ്യാനുള്ളത്. മനുഷ്യ സ്നേഹത്തിൻ്റെ കരങ്ങൾ എപ്പോഴും എല്ലാവരുടെയും കൂടെയുണ്ട്. ആരെങ്കിലും നമ്മെ ചേർത്ത് പിടിക്കാനുണ്ടാകും. ഈ ലോകത്ത് മനുഷ്യരായി പിറന്നു വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടാകും തുണ എന്നുള്ള മഹനീയ സന്ദേശമാണ് അമ്മയുടെ ഉജ്ജ്വലമായ ഓർമ്മകൾ നമുക്ക് മുന്നിൽ പകർന്നു തരുന്നത്. ദേശാഭിമാനി 25ാം വാർഷികം തൃശൂർ പെരുമ ഓഗസ്റ്റ് 30-31 തീയതികളിൽ സെമിനാറുകൾ, ഭക്ഷ്യമേള, കലാപരിപാടികൾ എന്നിവയോടെ നടത്തും. കേരളോർമ്മ കോളേജാണ് തൃശൂർ പെരുമാവേദിയെന്ന് സംഘാടക സമിതി ചെയർമാൻ MV നാരായണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 30 രാവിലെ 9:30 CPM ജനറൽ സെക്രട്ടറി MA ബേബി തൃശൂർ പെരുമ ഉദ്ഘാടനം ചെയ്യും.
31 വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ KV അബ്ദുൾ ഖാദർ, IP ഷൈൻ, കാവുമ്പായി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇന്നിന്റെ വിദ്യാർത്ഥികൾ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. KSU തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ചെമ്പുകാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ MLA MP വിൻസെന്റ് മുഖ്യ അതിഥിയായിരുന്നു. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് സിറിൽ I ജോസഫ് അധ്യക്ഷനായി. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചേരി വിഷയത്തിൽ 100% പ്രതിഷേധ കത്തുകൾ രാഷ്ട്രപതിക്ക് അയച്ച് KSU ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ദേശീയ സെക്രട്ടറി PN വൈശാഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, ബൈജു വർഗീസ്, സജി പോൾ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി, സച്ചിൻ T പ്രദീപ്, സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റില്ലെന്ന് ആരോപിച്ചാണ് ബസ് തടഞ്ഞത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30യോടെയാണ് സംഭവം. സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ പരിസരത്ത് ബസ് കാത്തു നിൽക്കുന്ന സമയത്തെത്തിയ സ്വകാര്യ ബസ് വിദ്യാർത്ഥികളെ കയറ്റാതെ പോയി എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് തടഞ്ഞത്. ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ ഏറെ നേരം തർക്കമുണ്ടായി. ഇതോടെ ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന മറ്റ് 6ഓളം സ്വകാര്യ ബസ്സുകൾ പുത്തൂരിൽ വാഹനം നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി. വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും സ്കൂൾ അധികൃതരും ചേർന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് ബസ്സുകൾ സർവീസുകൾ ആരംഭിച്ചു. ഇത്തരത്തിൽ ഇനിയും വിദ്യാർത്ഥികളെ കയറ്റാതെ പോയാൽ വാഹനങ്ങൾ തടയാതെ രേഖാമൂലം പോലീസിന് പരാതി നൽകണമെന്നും സ്ഥലത്തെത്തിയ ഒല്ലൂർ പോലീസ് വിദ്യാർത്ഥികളെ അറിയിച്ചു. എന്നാൽ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകാറില്ല എന്നും വിദ്യാർത്ഥികൾ അനാവശ്യമായാണ് ബസ്സുകൾ തടഞ്ഞതെന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പറഞ്ഞു. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് വേറിട്ട സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗ്രൗണ്ടിൽ കൊയ്ത്തുത്സവം നടത്തി. ശോചനീയാവസ്ഥയിലായ സ്കൂൾ ഗ്രൗണ്ടിൽ നെല്ലും പച്ചക്കറികളും വിളഞ്ഞു. ഓണക്കാലത്ത് പ്രതിഷേധ വിളവെടുപ്പ് നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 21ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വേറിട്ട പ്രതിഷേധം നടന്നത്. പ്രളയകാലത്ത് മണ്ണിടിച്ചിലും മറ്റും പുറന്തള്ളിയ മണ്ണും കല്ലും ഉൾപ്പെടെ വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായുള്ള ചെളിമണ്ണ് നീക്കം ചെയ്തതുമെല്ലാം സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന്റെ പേരിൽ പ്രദേശത്ത് തള്ളിയതാണ് പ്രതിസന്ധിക്ക് കാരണം. വിശാലമായ സ്കൂൾ ഗ്രൗണ്ട് കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതായിട്ട് നാളേറെയായി. മൺകൂനകളിൽ പച്ചക്കറികളും നെല്ലുമെല്ലാം വിളഞ്ഞു. കളിക്കളം ഉപയോഗയോഗ്യമല്ലാതെ ശോചനീയാവസ്ഥയിലായി നശിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. കർഷക തൊഴിലാളി കോരൻ കൊയ്ത്ത് നടത്തി സ്കൂൾ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരം DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ ടീച്ചർ V അനിരുദ്ധൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ AS ഹംസ, സിദ്ദിഖ് മാരാത്തുകുന്ന്, അമൽ അശോകൻ, ഷീബ പൊൻപറമ്പിൽ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു ഭാഗം കൊണ്ട് അവർ മണ്ണിട്ട് പോക്കി അവിടെ കൃഷിയിടമാക്കി മാറ്റി. തൊട്ട് ഇതിന്റെ സെൻട്രൽ ഭാഗമായിട്ട് ഒരു മൃഗശാല എന്ന രീതിയിൽ വിവിധയിനം നായ്ക്കൾക്കും ഉഗ്രമായ വിഷമുള്ള പാമ്പുകൾക്കും വസിക്കാനുള്ള ഒരു സ്ഥലവും ഇതിന്റെ ലാസ്റ്റ് ഭാഗം കണ്ട് മീൻ വളർത്തലിനുള്ള ഒരു കുളമാക്കി മാറ്റുകയും അവർ ചെയ്യുകയുണ്ടായി. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊന്നുമല്ല ആവശ്യം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട ഒരു ഗ്രൗണ്ടാണ് ഇവിടെ വേണ്ടതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തോന്നുകയും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 21ാം നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് ഇടവക ക്വയർ മലയാള ക്രിസ്തീയ ഭക്തിഗാന മത്സരം നടത്തി. കൽദായ് സുറിയാനി സഭയുടെ നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് ഇടവക ക്വയറിന്റെ നേതൃത്വത്തിൽ പരിസര പ്രദേശത്തുള്ള 10ഓളം വരുന്ന ഇടവകയിലെ 90ൽ പരം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി മലയാള ക്രിസ്തീയ ഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡോക്ടർ മൈക്കിൾ P വെള്ളവന്ത്ര അധ്യക്ഷനായി. പുത്തൂർമാർ ബീഷോ ചർച്ച് വികാരി റവറൻ ഫാദർ നിംസൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നെല്ലങ്കര ഇടവകയിലെ സഹവികാരി MD അബി, കൈക്കാരൻ തിമോത്തി വടക്കൻ, ക്വയർ ലീഡർ മോൻസൺ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സഭാ കൌൺസിൽ അംഗങ്ങളായ ഹെലൻ ബാബു, G സേജെ, ജിൻസൺ പോൾ, ക്വയർ അംഗങ്ങളായ സിൻസി മൈക്കിൾ, ബേബി ആന്റണി, ഷൈനി ഫ്രാൻസിസ്, സിസി രാജു, മീന ബാബു, പോൺസി സജി, ഡെയ്സി മെയ്സൺ, ടീനു TP, ഗോഡ്വിൻ സജി എന്നിവർ നേതൃത്വം നൽകി. മച്ചാട് പരസ്പര സഹായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണി ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ നടത്തുന്ന വിപണി സെപ്റ്റംബർ 4 വരെ ഉണ്ടാകും.
പ്രസിഡന്റ് KN രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MV അരവിന്ദാക്ഷൻ സ്വാഗതം ആശംസിച്ചു. AK സുരേന്ദ്രൻ, NG സന്തോഷ് ബാബു, TK ഗോപാലകൃഷ്ണൻ, T പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി MS ജ്യോതി നന്ദി അറിയിച്ചു. ഇപ്പോൾ നമ്മൾ വളരെ വിപുലമായി സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 13 സാധനങ്ങൾ വില കുറച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കറിയാം, സംസ്ഥാന ഗവൺമെന്റിന്റെ ഇന്നത്തെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വലിയ കടുത്ത സാമ്പത്തിക പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. അത്തരം സാമ്പത്തിക പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കേണ്ട ബാധ്യത രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. എന്നാൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തികച്ചും രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, പരമാവധി ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും നിലപാടുമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി കാളത്തോട് ഡിവിഷൻ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് BJP. ചട്ടലംഘനത്തിന് നേതൃത്വം നൽകിയ കുറ്റക്കാരെ കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം വേണം. കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് തദ്ദേശ മന്ത്രി വിട്ടുനിന്നത് നിർമ്മാണത്തിലെ ചട്ടലംഘനം ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ ഫണ്ട് കട്ടുമുടിക്കാൻ ലക്ഷ്യമിട്ടതാണിത്. കെട്ടിടത്തിൽ നടക്കുന്ന ചട്ടലംഘനങ്ങൾ പുറത്തു വരണമെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണം അനിവാര്യമാണ്. കാളത്തോട് കൺവെൻഷൻ സെന്ററിന് സമീപം നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ അയനിക്കുന്നത്ത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ചട്ടലംഘനത്തിനെതിരെ BJP കാളത്തോട് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ ധർണയിൽ ഡിവിഷൻ കൺവീനർ ഷിബു ജോൺ അധ്യക്ഷനായി. സംസ്ഥാന കൌൺസിൽ അംഗം EM ചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി നിമേഷ് പല്ലിശ്ശേരി, ട്രഷറർ പ്രദീപ് CK, ബിന്ദു രമേശ്, പ്രീത ചന്ദ്രൻ, ജോമേഷ്, ഗിരീഷ് ചെറുവാര എന്നിവർ സംസാരിച്ചു. ഏരിയ ജനറൽ സെക്രട്ടറി സുജിത്, കാളത്തോട് ഡിവിഷൻ സഹ കൺവീനർ ജോസ് TA എന്നിവർ നേതൃത്വം നൽകി. മദ്യം വിൽക്കുന്നവന് ലക്ഷങ്ങൾ ബോണസ്, കർഷകന് 100 രൂപയുടെ പൊന്നാട. ഒരായുസ് മുഴുവൻ പണിയെടുത്താൽ ഇത്ര വലിയൊരു തുക ബോണസായി ഒരു കർഷകനോ നിർമ്മാണ തൊഴിലാളിക്കോ ലഭിക്കില്ല. 40 രൂപയുടെ മദ്യത്തിന് 600 രൂപ വിലയിട്ട് പാവപ്പെട്ടവനെ കുടിപ്പിച്ച് കിടത്താൻ 1,02,500 രൂപ ബോണസ്. ഭരണകർത്താക്കളുടെ തലയിൽ ഒന്നുകിൽ നെല്ലിക്കാത്തളം വെക്കണം, അല്ലെങ്കിൽ കുടിക്കുന്നവരുടെ തലയിൽ വെക്കണം. 1,600 രൂപ പെൻഷൻ കൊടുക്കുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി പരസ്യം ചെയ്യുന്നവർ ഇതും പരസ്യം ചെയ്യണം. ജനങ്ങൾ അറിയട്ടെ സർക്കാരിന്റെ പിടുക്ക്. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പുത്തൻകാട് ചൈതന്യ ആർട്സ് സ്പോർട്സ് ഗ്രാമീണ വായനശാലയുടെ ദേശകുമ്മാട്ടിയുടെയും ഓണാഘോഷത്തിന്റെയും കൊടിയേറ്റം നടത്തി. കുറുപ്പത്ത് വളവിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ദേശക്കാർ ചേർന്ന് കൊടിയേറ്റം നടത്തി. രണ്ടോണനാളിൽ വൈകിട്ട് 3:30 പുത്തൻകാട് നിന്ന് ദേശകുമ്മാട്ടി, പുലിക്കളി, തെയ്യം, വിവിധ നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ രാത്രി 8 വെട്ടുകാട് സെന്ററിൽ സമാപിക്കുമെന്ന് ചൈതന്യ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വനിതാ KCYM സംഘടനയും സെന്റ് വിൻസെന്റ് പോൾ ഹോസ്പിറ്റൽ, ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോളി ഏഞ്ചൽ ഓഡിറ്റോറിയത്തിൽ KCYM ഫൊറോന ഡയറക്ടർ അജി മാങ്ങൻ ഉദ്ഘാടനം ചെയ്തു. ഡയാന പോളി, ഫാദർ തേജസ് കുന്നംപറമ്പിൽ, ജിഷാദ് ജോസ് എന്നിവർ സംസാരിച്ചു. മാവേലിക്കര IHRD കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, BCom ടാക്സേഷൻ, MSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8547005046 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രണവം സാംസ്കാരിക വേദിയുടെ ഓണാഘോഷ കുമ്മാട്ടി മഹോത്സവത്തിന് തുടക്കം. കൊടിയേറ്റ് സപ്ലിമെന്റ് പ്രകാശനം നടന്നു. സാംസ്കാരിക വേദി സെക്രട്ടറി മനു കൃഷ്ണ സ്വാഗതം ആശംസിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒല്ലൂക്കര 15ാം ഡിവിഷൻ കൌൺസിലറുമായ ശ്യാമള മുരളീധരൻ കൊടിയേറ്റം നിർവഹിച്ചു. സപ്ലിമെന്റ് പ്രകാശനം ചിറക്കാക്കോട് എളങ്ങല്ലൂർ മന ബ്രഹ്മശ്രീ സദാനന്ദൻ തിരുമേനി നിർവഹിച്ചു. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു.
മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. വാർത്തകൾ തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 78 വർഷം കഠിന തടവും 1,15,000 രൂപയും പിഴ ശിക്ഷ. ഈ കേസിലെ പ്രതി SN പുരം ചെന്തങ്ങ് ബസാർ സ്വദേശി പൈനാട്ടുപടി വീട്ടിൽ 64 വയസ്സുകാരനായ ഇബ്രാഹിമിനെയാണ് പോക്സോ നിയമപ്രകാരം ശിക്ഷിച്ചത്. 2023 ജൂൺ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് ഹാജരായി. അച്ഛനമ്മമാരെ ആക്രമിച്ച് 2.25 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർച്ച ചെയ്ത കേസിൽ മകൻ റിമാൻഡിൽ. മറ്റത്തൂർ ഐപ്പുട്ടിപ്പടി സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ KS, SI ശ്രീനിവാസൻ, CPO അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഹോസ്റ്റലിൽ കയറി യുവതിയെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ച യുവാവ് റിമാൻഡിൽ. പാലക്കാട് പുതുക്കോട് ചെറുകാഞ്ഞിരക്കോട് വീട്ടിൽ ജിജോയെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർ ഷാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു, ജിതിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വിസ തട്ടിപ്പിൽ 13 ലക്ഷം തട്ടിയെടുത്ത കേസിലെ 2 പ്രതികൾ റിമാൻഡിൽ. എടപ്പള്ളി ദേവൻകുളങ്ങര ചങ്ങമ്പുഴ പാർക്ക് റോഡിൽ കോട്ടയം ഏറ്റുമാനൂർ നീലിമംഗലം സ്വദേശി കൃഷ്ണകൃപ സാഗരം വീട്ടിൽ രഞ്ജിത, മുറ്റുത്തറ വീട്ടിൽ അനൂപ് വർഗീസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, SI ജോസി ജോസ്, ASI വിജയൻ, സിന്ധു, ജീവൻ, അനീഷ് PR എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ടോണി റിമാൻഡിൽ. കൊടകര പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, SIമാരായ ഡെന്നി, സുരേഷ്, അജീഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ കത്തികൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. എറിയാട് അബ്ദുള്ള റോഡ് സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ അമലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, SI സാലിം, ജൂനിയർ SI ജിജേഷ്, CPO ജിജിൻ ജോസഫ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡോക്ടറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിച്ച് കേസിലെ 3 പ്രതികൾ റിമാൻഡിൽ. പ്രതികളായ ഊരകം പുല്ലൂർ സ്വദേശികളും സഹോദരങ്ങളുമായ നെല്ലിശ്ശേരി വീട്ടിൽ റിഡ് ജോബ്, ജിത് ജോബ്, പുല്ലൂർ ചേർപ്പുകുന്ന സ്വദേശി മഠത്തിപ്പറമ്പിൽ വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിനേഷ് KJ, സബ് ഇൻസ്പെക്ടർ സോജൻ, SI സഹദ്, GSI മുഹമ്മദ് റാഷി, GSC PO രഞ്ജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണത്തിന്റെ വരവറിയിച്ച് മലയാളികളുടെ മുറ്റത്ത് പൂക്കളങ്ങൾ ഒരുങ്ങി. സായന്ന സൗഹൃദ കൂട്ടായ്മ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളമൊരുക്കി ഓണം വരവേറ്റു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാടക്കത്ര പഞ്ചായത്ത് വികസന ജാഥ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് കാളത്തോട് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിലെ അഴിമതിയിൽ അന്വേഷണം നടത്തണമെന്ന് BJP കാളത്തോട് ഡിവിഷൻ ആവശ്യപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.